അങ്ങനെ ഋഷിയുടെ ഫ്രണ്ട്സിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് സിദ്ധുവിന് നേരെ ഉണ്ടായിരിക്കുന്നത്. തലയ്ക്ക് ആഴത്തിലുള്ള മുറിവേൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നേരിട്ട് കണ്ട് പ്രഭാവതിയാണെങ്കിൽ ആകെ തളർന്നു പോകുന്നൊരവസ്ഥയിലാവുന്നു. ആ ഒരു രാത്രി സഹായത്തിന് വേണ്ടിയിട്ട് അവർ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും സമയം രാത്രി ആയതുകൊണ്ട് തന്നെ ആരും എവിടെ എത്തുന്നില്ല. പക്ഷേ ഒടുവിൽ അവർ ധൈര്യം സംഭരിച്ച് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് സിദ്ധുവിനെ എത്തിക്കുന്നു. സംഭവത്തെ തുടർന്ന് ധാരാളം രക്തം നഷ്ടപ്പെടുന്നുണ്ട് സിദ്ധുവിന്. മാത്രമല്ല നേരത്തെയും വലിയൊരു അപകടത്തെ തുടർന്ന് സിദ്ധാർത്ഥ കുറേ കാലം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥ ചന്ദ്രോത്ത് കുടുംബത്തിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ സിദ്ധാർത്ഥിനെ ICUയിലേക്ക് മാറ്റുകയാണ്. ഡോക്ടർമാരാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. വിവരം അറിഞ്ഞ് മാധവേട്ടനും മുരളിയും ഗിരീഷും അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. പക്ഷേ സിദ്ധുവിനെ നേരിട്ട് കാണാനൊന്നും ആർക്കും കഴിയുന്നില്ല. ICUവിനുള്ളിൽ ഡോക്ടർമാർ തീവ്രമായിട്ടുള്ള ഒരു പരിചരണം തന്നെയാണ് നൽകുന്നത്. അപ്പോഴാണ് ഗിരീഷ് ദേവികയോട് പറയുന്നത് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. ചന്ദ്രോത്ത് വീട് ഇപ്പോൾ ഒരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഒന്നിനു പിന്നെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ കുടുംബത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ തുടർച്ചയായിട്ട് നടക്കുന്നത്. പ്രതികാരം, ആക്രമണം, കൊലപാതക ശ്രമങ്ങൾ, പോലീസ് സ്റ്റേഷൻ, ജയിൽ, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ അരുന്ധതി തന്നെയാണെന്നാണ് ദേവിക ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ദേവിക പറയുന്നുണ്ട് താനും അച്ഛനും വരുമ്പോൾ ഋഷിയുടെ കൂട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയെന്നും അപ്പോൾ അച്ഛൻ അവരെ അടിച്ചു ഓടിച്ചു എന്നും പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരമായിരിക്കും ഇപ്പോൾ അച്ഛന് നേരെയുണ്ടായ ആക്രമണമെന്നും ദേവിക സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കേസ് എടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. വസുന്ധര മേഡത്തെ ഇതിനോടകം തന്നെ വിളിച്ചിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണം നടത്തുമെന്നും ഗിരീഷ് പറയുന്നു. എന്നാൽ സിദ്ധാർത്ഥിന് ബോധം വരാതെ അദ്ദേഹത്തിൽ നിന്നും മൊഴിയെടുക്കാനായിട്ട് കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതേസമയം അരുന്ധതിയെ പലതവണ വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും ദേവിക പറയുന്നുണ്ട്. അതോടെ സംശയം വീണ്ടും അരുന്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അരുന്ധതിയാണ് ഇതിന് പിന്നിൽ എന്നാണെങ്കിൽ അവർ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് ഗിരീഷിൻ്റെ നിലപാട്. ഇതിനിടയിൽ പ്രഭാവതിയുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. ഒരു വശത്ത് നന്ദനെ കാണാതായതിൻ്റെ ഒരു വിഷമം, മകൻ എവിടെയാണെന്ന് അറിയില്ല, ജീവനോടെയുണ്ടോ, എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിനിടയിലാണ് സിദ്ധുവിന് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. പ്രഭാവതിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസവും പിന്തുണയും ആയിരുന്നത് സിദ്ധാർത്ഥനായിരുന്നു. അപ്പോൾ മക്കളുടെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും കൂടെ നിന്നിരുന്ന ഒരാളാണ് സിദ്ധു. ഇപ്പോൾ ആ സിദ്ധു തന്നെ ICUവിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുകയാണ്. പിന്നീട് മുരളി വന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്ന വാക്കുകൾ വളരെ സങ്കടകരമാണ്. സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും ഞങ്ങളുടെ കുടുംബത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുരന്തങ്ങൾ വരുന്നത് എന്നാണ് പ്രഭാവതിയുടെ ചോദ്യം. മുരളിയാണെങ്കിലും പ്രഭാൻറ്റിയെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, ആൻറ്റി വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് മുരളി. പക്ഷേ പ്രഭാവതിയുടെ മറുപടി എന്ന് പറയുന്നത് അതിലും വേദനാജനകമാണ്. എല്ലാവരും ഉണ്ടെങ്കിലും ഉണ്ടാകേണ്ട ഒരാൾ ഇപ്പോൾ തനിക്കൊപ്പം ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും സിദ്ധാർത്ഥന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഈ ജീവിതത്തിൽ തന്നെ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പ്രഭാവതി സംസാരിക്കുന്നത്. കാരണം പ്രഭാവതിയുടെ ഏറ്റവും വലിയൊരു പിന്തുണ എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ തന്നെയാണ്. ഇതിനിടയിൽ ദേവികയാണെങ്കിലും പ്രഭാവതിയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ ആകെ വല്ലാത്ത ഒരവസ്ഥയിലാവുന്നുണ്ട്. ഒരു MLA ആയിട്ട് പോലും തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ദേവികയ്ക്കുണ്ട്. ഒരു MLAയുടെ ഭർത്താവിനെ കാണാതായിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അതേ വീട്ടിലെ താൻ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കുന്ന സിദ്ധാർത്ഥനും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ ദേവികയുടെ മാനസികാവസ്ഥയും വളരെ മോശമാണ്. അപ്പോഴാണ് ഡോക്ടർമാർ ICUവിൽ നിന്നും സിദ്ധുവിനെ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി പ്രതീക്ഷയോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പക്ഷേ ഡോക്ടർ പറയുന്ന ആ വാർത്ത അത്ര ആശ്വാസകരമല്ല. സിദ്ധാർത്ഥൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. തലയിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർമാർക്ക് കഴിയുന്ന പരമാവധി ചികിത്സ നൽകുന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ ഉറപ്പായിട്ട് ഒന്നും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് സിദ്ധാർത്ഥിനിപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെയാണ്. അപ്പോൾ ഈ വാക്കുകൾ കേട്ടതോടെ പ്രഭാവതി ശരിക്കും തകർന്നു പോവുകയാണ്. ഡോക്ടർമാരെ എല്ലാവരും ആശുപത്രിയിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ലെന്നും 1-2 പേര് മാത്രം ഉണ്ടായാൽ മതിയെന്നും പറയുന്നു. അപ്പോൾ സിദ്ധാർത്ഥിന് ബോധം വരാതെ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാനും കഴിയില്ല. ഇതിനിടെ ദേവിക വസുന്ധര മേഡത്തോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നന്ദനെ തട്ടിക്കൊണ്ടുപോയ സംഭവവും സിദ്ധാർത്ഥിന് നേരെയുണ്ട ആക്രമണവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തന്നെയാണ് പോലീസിനും ഇപ്പോൾ സംശയം.
എന്തായാലും ദേവികയ്ക്ക് അരുന്ധതിയിൽ തന്നെയാണ് സംശയം. അരുന്ധതി ചന്ദ്രോത്ത് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ദേവിക പറയുന്നത്. പക്ഷേ വസുന്ധര മേഡം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെറുതെ ഒരാളെ കുറ്റക്കാരിയാക്കാൻ കഴിയില്ല, തെളിവ് വേണം എന്നാണ്. അപ്പോൾ ദേവിക പറയുന്നത് തൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നാണ്. രാവിലെ തന്നെ പ്രശ്നമുണ്ടാക്കാൻ എത്തിയ ആളുകളെ താൻ നേരിട്ട് കണ്ടതാണ്, നാട്ടുകാരും അതിന് സാക്ഷികളാണ്. അതോടെ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാകുന്ന പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വസുന്ധര മേഡവും സിദ്ധാർത്ഥൻ്റെ അവസ്ഥയിൽ വിഷമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്നും ഇത്രയും നല്ല മനുഷ്യനായിട്ടും ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും വസുന്ധര മേഡം പറയുന്നു. എന്തായാലും പോലീസ് സംഘം അവരുടെ ടീം സജീവമായിട്ട് തന്നെ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും ഉറപ്പ് നൽകുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനിടയിൽ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനെ നോക്കി കരയുന്ന രംഗം വളരെയധികം ഇമോഷണലാണ്. കാരണം ഇതിനു മുൻപും സിദ്ധാർത്ഥന് ഇതുപോലെ ഗുരുതരാവസ്ഥയിൽ കിടന്ന സമയത്ത് ദേവികയുടെ മനസ്സിലേക്ക് വരികയാണ്. അന്ന് സിദ്ധാർത്ഥനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ദേവികയും വലിയൊരു പങ്ക് തന്നെയാണ് വഹിച്ചിരുന്നത്. ചന്ദ്രോത്ത് വീട്ടിൽ ദേവികയ്ക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന ആളാണ് സിദ്ധാർത്ഥൻ. സ്വന്തം മകളെ പോലെ തന്നെയാണ് ദേവികയെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ദേവികയെ വല്ലാതെ തളർത്തി കളയുന്നുണ്ട്. ഒടുവിൽ സിദ്ധാർത്ഥന് നേരെ ആക്രമണം നടത്തിയതിന് ശേഷം ഒളിവിൽ പോയ ഋഷിയുടെ ഫ്രണ്ട്സിനെ വസുന്ധര മാഡം തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവരിൽ നിന്നും ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. സിദ്ധാർത്ഥനെതിരായിട്ട് ആക്രമണം നടത്താൻ അവരെ ഇളക്കി വിട്ടത് CP ആണ് എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം. ഒരു പക്ഷേ അരുന്ധതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് കൂടെ നിന്ന് ത്യാഗരാജനോടൊപ്പം ചേർന്ന് പണത്തിന് വേണ്ടിയിട്ട് ഒരു ചതി നാടകം നടത്തുകയാണ് CP. അതിനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്